ഹായ് വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ 31/10/2020 ചോദിച്ച CSEB-യുടെ ആദ്യത്തെ 20 കോപ്പറേഷൻ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അടുത്ത 20 ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. അതിലടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: ഇറ്റ് ഷാൾ ബി ദി ഡ്യൂട്ടി ഓഫ് ഡാഷ് എവറി സൊസൈറ്റി ടു എൻഷുർ ദി ആക്യുറസി ഓഫ് ഫിനാൻഷ്യൽ ആൻഡ് അതർ സ്റ്റാറ്റ്യൂട്ടറി സ്റ്റേറ്റ്മെൻറ്റ്സ്. അതായത് ഒരു സൊസൈറ്റിയിലെ ഫിനാൻഷ്യലിയും അതുപോലെ തന്നെ സ്റ്റാറ്റ്യൂട്ടറി സ്റ്റേറ്റ്മെൻറ്റ്സിലൊക്കെ എത്രത്തോളം ആക്യുറസി ഉണ്ട്, അവിടെയുള്ള കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്യേണ്ടത് ആരാണെന്നാണ്. സെക്രട്ടറി ആണോ, പ്രസിഡൻ്റ് ആണോ, ചീഫ് അക്കൗണ്ടൻ്റ് ആണോ, മാനേജിങ് കമ്മിറ്റി ആണോ എന്നാണ്. അവിടെ ആൻസർ മാനേജിങ് കമ്മിറ്റിയാണ്. എന്തുകൊണ്ടാണ്? മാനേജിങ് കമ്മിറ്റിയാണ് നമുക്ക് തയ്യാറാക്കുന്ന ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒക്കെ വെരിഫൈ ചെയ്യേണ്ടത്. നമുക്കറിയാം ഓഡിറ്റിങ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുക? ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു മാസം എന്ത് ചെയ്യും? ആദ്യത്തെ ഒരു മാസം അവർ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഉണ്ടാക്കും. രണ്ടാമത്തെ ഒരു മാസത്തിൽ ആരിതൊക്കെ വെരിഫൈ ചെയ്യും? മാനേജിങ് കമ്മിറ്റി വെരിഫൈ ചെയ്യും. പിന്നെയുള്ള 4 മാസങ്ങളാണ് ഓഡിറ്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഒരു കോർപ്പറേറ്റ് സൊസൈറ്റിയിലെ ഫിനാൻഷ്യൽ ആൻഡ് അതർ സ്റ്റാറ്റ്യൂട്ട് റിക്വയർമെൻറ്റ്സിൻ്റെ ആക്യുറസി നോക്കാനുള്ള ചുമതല ആർക്കാണുള്ളത്? മാനേജിങ് കമ്മിറ്റിക്കാണ് ഉള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ദി ഇൻക്വയറി അണ്ടർ സെക്ഷൻ 65 ഷാൾ ബി കംപ്ലീറ്റഡ് വിത്തിൻ. ഇൻക്വയറി എത്ര മാസത്തിനുള്ളിലാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്? സെക്ഷൻ 65 ആണ് ഇൻക്വയറിയുമായി ബന്ധപ്പെട്ട സെക്ഷന്. എത്ര മാസത്തിനുള്ളിലാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്? 3 months, 120 days, 6 months, 9 months. എത്രയാണ്? 6 monthsൻ്റെ ഉള്ളിലാണ് ഇൻക്വയറി കംപ്ലീറ്റ് ചെയ്യേണ്ടത്. എന്നാൽ രജിസ്ട്രാർ 6 മാസത്തിനുള്ളിൽ തീർന്നിട്ടില്ല എങ്കിൽ രജിസ്ട്രാർ ഒരു 6 മാസം കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം. രജിസ്ട്രാർക്ക് 6 മാസം കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാനുള്ള പവർ ഉണ്ട്. അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്താൽ 1 വർഷമായി മാറും. അല്ലാന്നുണ്ടെങ്കിൽ 6 മാസം. ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ 6 മാസം തന്നെയാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ദ സൂപ്പർവിഷൻ അണ്ടർ സെക്ഷൻ 66 ഓഫ് കേസസ് ആക്ട് മേ ഇൻക്ലൂഡ്. അതായത് സെക്ഷൻ 66 പറയുന്നത് സൂപ്പർവിഷനാണ്. സൂപ്പർവിഷനിൽ താഴെ തന്നിട്ടുള്ള ഏതൊക്കെ ഇൻക്ലൂഡ് ആവുക? ഇൻസ്പെക്ഷൻ ഓഫ് ബുക്സ് ഓഫ് സൊസൈറ്റി ആണോ, വെരിഫിക്കേഷൻ ഓഫ് ക്യാഷ് ബാലൻസ് ആണോ, വാല്യുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് സൊസൈറ്റി ആണോ, ഓൾ ഓഫ് ദി അബവ് ആണോ? നമുക്കറിയാം വെരിഫിക്കേഷൻ ഓഫ് ക്യാഷ് ബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഡ്യൂട്ടി ഓഫ് ഓഡിറ്റർ ആണ് അല്ലേ. ഓഡിറ്റർ ആദ്യം തന്നെ ചെയ്യേണ്ടത് ക്യാഷ് എത്ര ഉണ്ട് നോക്കുകയാണ്. പിന്നെ വാല്യുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്, അവിടെ ഏതൊക്കെ തരത്തിലുള്ള ബുക്സ് ഓഫ് അക്കൗണ്ട്സിലുള്ള അസറ്റ്സും ലയബിലിറ്റീസും ഒക്കെ അവിടെ ഉണ്ടോ എന്ന് നോക്കുന്നതും അത് എത്ര രൂപ വിലയുണ്ട് എന്ന് നോക്കുന്നതിനാണ് ഇത് പറയുക വാല്യുവേഷൻ എന്ന് പറയുക. അവിടെ ഉണ്ടോ എന്ന് നോക്കുന്നതിനാണ് വെരിഫിക്കേഷൻ എന്ന് പറയുക. അതൊക്കെ ഓഡിറ്ററുടെ ഡ്യൂട്ടിയാണ്. നമ്മൾ ചോദിച്ചെന്താണ്? സൂപ്പർവിഷനാണ്. കേസസ് ആക്ട് പറയുന്ന സൂപ്പർവിഷനിൽ ഏതാ ഇൻക്ലൂഡ് ചെയ്യുക? എന്താ ഇവിടെ പറയുന്നത്? ഇൻസ്പെക്ഷൻ ഓഫ് ബുക്സ് ഓഫ് സൊസൈറ്റി. ഒരു സൊസൈറ്റിയിലെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഇൻസ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സൂപ്പർവിഷനിൽ പറയുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓഡിറ്ററുടെ ഡ്യൂട്ടിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഫോർ വിച്ച് ദി ഫോളോയിങ് പർപ്പസ് ഓഫ് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെൽഫെയർ ഫണ്ട് ഷാൾ ബി യൂട്ടിലൈസ്ഡ്. എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെൽഫെയർ ഫണ്ട് അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട് സെക്ഷൻ 57A പ്രകാരമുള്ളതാണ് വെൽഫെയർ ഫണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ഇതിനാണ് ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസിനാണ്. നമ്മൾ ആ ഒരു വെൽഫെയർ ഫണ്ട് എന്ന് കേട്ടാൽ തന്നെ ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ് എന്ത് ചെയ്യുക? മനസ്സിൽ പഠിച്ചു വെക്കണം. ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഓപ്ഷനിൽ ഉണ്ടായിരുന്നത് റെഡീം ഡെപ്റ്റ്സ് ഓഫ് ഡിക്രീസ്ഡ് ബോറോവേഴ്സ് സൊസൈറ്റി, ബോറോവേഴ്സിൻ്റെ ഡെപ്റ്റ് റെഡീം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ പേ സാലറി ടു എംപ്ലോയീസ്, അതുമല്ല. റീഫണ്ട് ഓഫ് ഡെപ്പോസിറ്റ് ഓഫ് ഡിസീസ് ഡെപ്പോസിറ്റ് സൊസൈറ്റീസ്, അതുമല്ല. ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് സൊസൈറ്റീസ് ആൻഡ് സേഫ് ഗാർഡ് ദി ഇൻട്രസ്റ്റ് ഓഫ് സൊസൈറ്റീസ് എഗെയിൻസ്റ്റ് എനി ലോസ്. ആ ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ് മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? മനസ്സിലാക്കിയാൽ മതി. ഇതാണ് കോർപ്പറേറ്റ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെൽഫെയർ ഫണ്ട്. സെക്ഷൻ 57A ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ ഫണ്ട് ഉപയോഗിക്കാറുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദി ഫോളോയിങ് ഷാൽ നോട്ട് ബി ഡീംഡ് ടു ബി ഡിസ്പ്യൂട്ട് അണ്ടർ സെക്ഷൻ 69 ഓഫ് കേസസ് ആക്ട്. 69 ഡിസ്പ്യൂട്ട് പറയുന്നുണ്ടല്ലേ, അതിൽ താഴെ പറയുന്നതിൽ ഏതാണ് ഡിസ്പ്യൂട്ട് അല്ലാത്തത് എന്നാണ് ക്വസ്റ്റ്യൻ. ഒന്നാമത്തത്: എ ക്ലെയിം ബൈ എ സൊസൈറ്റി ഫോർ എനി ഡെപ്റ്റ് ഡ്യൂ ടു ഇറ്റ് ഫ്രം എ മെമ്പർ. ഒരു സൊസൈറ്റിക്ക് അവരുടെ മെമ്പറിൽ നിന്നും എന്താണ് പൈസ കിട്ടാനുണ്ട്, അതൊരു ഡിസ്പ്യൂട്ടാണ് അല്ലേ. രണ്ടാമത്തത്: ക്ലെയിം ബൈ ഷ്യൂറിറ്റി എഗെയിൻസ്റ്റ് പ്രിൻസിപ്പൽ ഡെപ്റ്റർ. പ്രിൻസിപ്പൽ ഡെപ്റ്ററും ഷ്യൂറിറ്റി തമ്മിൽ എങ്ങനെയാണ് ഡിസ്പ്യൂട്ട് ഉണ്ടാവുക? നമുക്ക് ഒരാൾ തരാനുള്ള പൈസ ഈ ഷ്യൂറിറ്റി ഏറ്റെടുക്കുകയാണ്. പിന്നെ അയാൾ തമ്മിൽ എന്ത് ഉണ്ടാവും? ഡിസ്പ്യൂട്ടായി ഇല്ലേ. അയാൾ തന്ന ഷ്യൂറിറ്റി ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം തരില്ല, അയാളത്തിൻ്റെ കടമയാണ്, അയാളുടെ കടമയാണ്. അയാൾ തന്നിട്ടില്ല എങ്കിൽ പിന്നെ എന്തായി മാറും? അവിടെ ഡിസ്പ്യൂട്ട് ആവും. അതൊരു ഡിസ്പ്യൂട്ട് തന്നെയാണ്. മൂന്നാമത്താണ് എ ക്ലെയിം ബൈ ഷ്യൂറിറ്റി എഗെയിൻസ്റ്റ് ദ കോ ഷ്യൂറിറ്റി.
ഷുവർട്ടിയും ഡെപ്റ്റോറും തമ്മിൽ എന്ത് ചെയ്യാണ്, അത് ഡിസ്പ്യൂട്ടാണ്. പക്ഷേ ഒരിക്കലും നമ്മൾ ഡിസ്പ്യൂട്ട് എന്ന് പറയുന്ന ഹെഡിൽ എന്ത് പഠിക്കുന്നില്ല, ഒരു ഷുവർട്ടിയും കോ ഷുവർട്ടിയും തമ്മിലുള്ള ഡിസ്പ്യൂട്ട് ഉണ്ട് എന്ന് പഠിക്കുന്നില്ല അല്ലേ. നമ്മൾ ഒരുപാട് ഡിസ്പ്യൂട്ട് എന്ന് പറഞ്ഞാൽ ആർബിട്രേഷൻകാർ ഒരുപാട് ഡിസ്പ്യൂട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അതിലും എവിടെയും എന്ത് പറയുന്നില്ല, ഒരു ഡിസ്പ്യൂട്ട് ആരൊക്കെ തമ്മിൽ, ഒരു ഷുവർട്ടിയും ഒരു കോ ഷുവർട്ടിയും തമ്മിൽ ഡിസ്പ്യൂട്ട് ഉണ്ട് എന്ന് പറയുന്നില്ല. അതാണ് ഇവിടെ ആൻസർ. നാലാമത്തത്, എനി ഡിസ്പ്യൂട്ട് അറൈസിങ് കണക്ഷൻ വിത്ത് ഇലക്ഷൻ ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ഇലക്ഷനുമായി ബന്ധപ്പെട്ട് എന്തുണ്ടാവും, ഡിസ്പ്യൂട്ട് ഉണ്ടാവും. അത് ആർബിട്രേഷൻ കോർട്ടിനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സമീപിക്കേണ്ടത്. 1 മാസത്തിനുള്ളിലാണ് സമീപിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ആൻസർ ഏതാണ്, ഷുവർട്ടിയും കോ ഷുവർട്ടിയും തമ്മിൽ ഡിസ്പ്യൂട്ട് എന്തിലില്ല, KCS ആക്ടിലെ ഡിസ്പ്യൂട്ടിലില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഇൻഷ്യൂർഡ് കോപ്പറേറ്റീവ് ബാങ്ക്. എന്താണ് ഇൻഷ്യൂർഡ് കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുന്നത്? ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ബാങ്കുകളാണ് എന്ത് വരിക ഒരു ഇൻഷ്യൂർഡ് കോപ്പറേറ്റീവ് ബാങ്കായി മാറുക അല്ലേ. ഏതൊക്കെയാണെന്നാണ് ഓപ്ഷൻ എ കേരള ബാങ്ക്, ഓപ്ഷൻ ബി മലപ്പുറം DCB, ഓപ്ഷൻ സി അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്, ഓപ്ഷൻ ഡി റൂറൽ ബാങ്ക്. കേരള ബാങ്ക് ടെസ്റ്റ് ഇൻഫർമേഷനൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കേരള ബാങ്ക്, മലപ്പുറം DCB മാത്രമേ ഇപ്പം വേറിട്ട് നിൽക്കുള്ളൂ അല്ലേ. ബാക്കിയുള്ളൊക്കെ എന്തായി മാറി, കേരള ബാങ്കായി മാറി. അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ഒരു ഇൻഷ്യൂർഡ് കോപ്പറേറ്റീവ് ബാങ്കാണ്. റൂറൽ ബാങ്ക് എന്തല്ല, ഇൻഷ്യൂർഡ് കോപ്പറേറ്റീവ് ബാങ്ക് അല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് വിൽ നോട്ട് കം അണ്ടർ ദി പെർവ്യൂ ഓഫ് അപ്പീൽ ബിഫോർ ട്രിബ്യൂണൽ. ട്രിബ്യൂണലിന് മുമ്പാകെ അപ്പീൽ കൊടുക്കാൻ പാടില്ലാത്ത കാര്യം ഏതാണെന്നാണ് ചോദിച്ചത്. എക്സ്പെൽഷൻ ഓഫ് മെമ്പർ ആണോ, അവാർഡ് ഓഫ് ആർബിട്രേറ്റർ ആണോ, അവാർഡ് ഓഫ് കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടാണോ, ഓർഡർ ഓഫ് അമാൽഗമേഷൻ, ഡിവിഷൻ ഓഫ് ട്രാൻസ്ഫർ ഓഫ് അസറ്റ് ലയബിലിറ്റി സൊസൈറ്റി ആണോ. നമുക്കറിയാം ആർബിട്രേറ്റർ അവാർഡ് എന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്തിനാണ് ട്രിബ്യൂണലിൻ്റെ മുമ്പാകെയാണ് പോവേണ്ടത്. കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് ഒരു അവാർഡ് പ്രഖ്യാപിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആര് മുന്നാകെ പോകണം, ട്രിബ്യൂണലിന് മുമ്പാകെയാണ് പോവേണ്ടത്. ഇനിയോ ഓർഡർ ഓഫ് അമാൽഗമേഷൻ അല്ലെങ്കിൽ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതും ആര് മുൻപാകെ പോകണം, ട്രിബ്യൂണലിന് മുമ്പാകെ പോവാം. പക്ഷേ ഒരു മെമ്പർ എക്സ്പെൽ ചെയ്ത് കഴിഞ്ഞാൽ അത് കംപ്ലൈൻറ്റ് കൊടുക്കേണ്ടത് രജിസ്ട്രാർക്കാണ്. ആരും മുമ്പാകെ പോകാൻ പാടില്ല, ട്രിബ്യൂണലിന് മുമ്പാകെ പോകാൻ പാടില്ല. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഏതാണ്, എക്സ്പെൽഷൻ ഓഫ് എ മെമ്പറാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സ്ട്രക്ചർ ഹാസ് ബീൻ ലാർജ്ലി ഫോക്കസ്ഡ് ഓൺ. ക്രെഡിറ്റ് സ്ട്രക്ചർ എന്തിനെ ഫോക്കസ് ചെയ്യുക, ക്രെഡിറ്റിന് തന്നെ. ഓപ്ഷൻ സി ക്രെഡിറ്റ് ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ യുണിക് ഫീച്ചർ ഓഫ് കോപ്പറേറ്റീവ്സ്. കോപ്പറേറ്റീവിൻ്റെ ഫീച്ചർ അല്ലാത്തത് ഏതെന്നാണ്. വോളണ്ടറി അസോസിയേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ആണ്, ഡെമോക്രാറ്റിക് മാനേജ്മെൻറ്റ് ആണ്, എക്കണോമിക് പാർട്ടിസിപ്പേഷൻ ഓഫ് മെമ്പേഴ്സ് ആണ്, ഡിപ്പെൻഡൻസ് അങ്ങനെയൊന്നുണ്ടോ ഇല്ല. അപ്പോൾ അതാണ് ആൻസർ. ഒരു കോപ്പറേറ്റീവിൻ്റെ ഫീച്ചർ അല്ലാത്തത് ഡിപ്പെൻഡൻസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മെമ്പേഴ്സ് ഓഫ് ഫിനാൻഷ്യൽ കോപ്പറേറ്റീവ്സ് ആർ ഡാഷ് ആൻഡ് ഹെൻസ് ദർ ഈസ് എ പൊട്ടൻഷ്യൽ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ഫിനാൻഷ്യൽ മെമ്പേഴ്സ് ആണ് ഇവിടെ ചോദിച്ചത്. ഫിനാൻഷ്യൽ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ആരാണ്, ഡെപ്പോസിറ്റേഴ്സും അതുപോലെ തന്നെ ബോറോവേഴ്സും ആണ്. എന്നാൽ ശരിക്കും കോപ്പറേറ്റീവ് സൊസൈറ്റി മെമ്പേഴ്സ് ഷെയർ ഹോൾഡേഴ്സ് തന്നെയാണ്. പക്ഷേ ഇവിടെ ഫിനാൻഷ്യൽ മെമ്പേഴ്സ് എന്നാണ് ചോദിച്ചത്. അതാരൊക്കെയാണ്, ഡെപ്പോസിറ്റേഴ്സും ബോറോവേഴ്സും ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോപ്പറേറ്റീവ് ബാങ്ക്സ് ആർ റൈറ്റ്ലി ലിവറേജ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ദി സെൻസ് ദാറ്റ്. എന്തുകൊണ്ടാണ് കോപ്പറേറ്റീവ് ബാങ്ക്സ് ലിവറേജ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് പറയാൻ കാരണം, ദ ടോട്ടൽ ലയബിലിറ്റീസ് എമൗണ്ട് ടു എ ലാർജ് മൾട്ടിപ്പിൾ ഓഫ് ദിയർ ഓൺ ഫണ്ട്. എന്താണ്, നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ അവരുടെ ഫണ്ടിനേക്കാൾ 150 ഇരട്ടിയൊക്കെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബോറോവിങ് പവർ ഉണ്ട്, ബോറോ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ എന്ന് പറയുന്നത് റൈറ്റ്ലി ലിവറേജ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. their total liabilities amount to a large multiple of their own fund. സ്വന്തം ഫണ്ടിനേക്കാൾ കൂടുതൽ മൾട്ടിപ്പിൾ ഫണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവർ കടം വാങ്ങുന്നു, ബോറോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അവരെന്ത് പറയുന്നത്, ലിവറേജ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് ദി ലിങ്ക് ബിറ്റ്വീൻ ഗവേണിംഗ് ബോഡി ആൻഡ് ടീം ഓഫ് ഒഫീഷ്യൽ ഇൻ ചാർജ് ഓഫ് എക്സിക്യൂഷൻ ഓഫ് പോളിസീസ് ആൻഡ് ഡേ ടു ഡേ അഡ്മിനിസ്ട്രേഷൻ. ഒരു ഗവേണിംഗ് ബോർഡിൻ്റെയും അതുപോലെ തന്നെ ഡേ ടു ഡേ അഡ്മിനിസ്ട്രേഷൻ, പ്രസിഡന്റിൻ്റെയും രജിസ്ട്രാറേയും ഒക്കെ ഇടയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ആൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സംഘത്തിലെ ചീഫ് എക്സിക്യൂട്ടീവാണ്. അത് ഒന്നെങ്കിൽ ആരായിരിക്കും, സെക്രട്ടറി ആയിരിക്കും, അതല്ലെങ്കിൽ മാനേജിംഗ് ഡയറക്ടർ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ മേജർ ഒബ്ജക്റ്റീവ് ഓഫ് ഫണ്ട് മാനേജ്മെൻറ്റ്. ഫണ്ട് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ റിസ്ക് മാനേജ്മെൻ്റ് ആണ് ശരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ ഏതാണ് ഇതിൽ മേജർ ഒബ്ജക്റ്റീവ് അല്ലാത്തത് എന്നാണ് ചോദിച്ചത്. ഏതാണ്, കംപ്ലൈൻസ് വിത്ത് റെഗുലേറ്ററി റിക്വയർമെൻറ്റ് ആണ്. മിനിമൈസ് ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക്, മിനിമൈസ് ലിക്വിഡിറ്റി റിസ്ക് ഇതിൻ്റെ പോയിൻ്റാണ്, ഫണ്ട് മാനേജ്മെൻറ്റിൽ പെട്ടതാണ്.
ഡിപ്ലോയ്മെൻറ്റ് ഓഫ് ഫണ്ട്സ് ടു മാക്സിമൈസ് റിട്ടേൺ മാക്സിമം ഉണ്ടാക്കുക എന്നുള്ളത് ഒരു കോർപ്പറേറ്റ് സൊസൈറ്റിയുടെ ഫണ്ട് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടതാണ്. ഇനിയോ മിനിമൈസ് ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് എന്തല്ല, ഒരു ഫണ്ട് മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ് അല്ല. ബാക്കിയുള്ള മൂന്നും ഫണ്ട് മാനേജ്മെൻറ്റ് ഒബ്ജക്റ്റീവാണ്, പക്ഷേ മിനിമൈസ് ഇൻട്രസ്റ്റ് റേറ്റ് ഫണ്ട് മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ് അല്ല. നെക്സ്റ്റ്, സച്ച് പോർഷൻ ഓഫ് റിസർവ് ഫണ്ട്, അതർ ഫണ്ട്സ്, paid up share capital, loans and deposits received by the society and debentures issued as have not been invested in the building and other fixed asset. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ അവർക്കുള്ള റിസർവ് ഫണ്ട്, അതല്ലെങ്കിൽ മറ്റുള്ള ഡെപ്പോസിറ്റ്, അതല്ലെങ്കിൽ ഷെയർ ക്യാപിറ്റൽ, അവയൊന്നും ഒരു ബിൽഡിങ്ങിലോ അല്ലെങ്കിൽ മറ്റുള്ള ഫിക്സഡ് അസറ്റിലോ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ആ ഫണ്ടിന് പറയുന്ന പേരെന്താണ്? വർക്കിംഗ് ക്യാപിറ്റൽ. ഡേ ടു ഡേ ആക്ടിവിറ്റീസിന് വേണ്ടി വരുന്ന ക്യാപിറ്റലാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. കറണ്ട് അസറ്റിൽ നിന്നും കറണ്ട് ലയബിലിറ്റീസ് കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് വർക്കിംഗ് ക്യാപിറ്റൽ. നെറ്റ് കോൺസെപ്റ്റ്, ഗ്രോസ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് അസറ്റിൻ്റെ ടോട്ടലാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ഫിക്സഡ് അസറ്റ് ഇൻവെസ്റ്റ് ചെയ്യാത്ത തുക ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? വർക്കിംഗ് ക്യാപിറ്റൽ ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആൻ ഓർഗനൈസ്ഡ് കളക്ഷൻ ഓഫ് ഇൻഫർമേഷൻ ഓഫ് ഡാറ്റ prepared as per certain acceptable accounting norms and procedures is called. അക്കൗണ്ടിങ് നോംസും അതുപോലെ തന്നെ പ്രൊസീജിയേഴ്സൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അക്കൗണ്ടിങ് ഇൻഫർമേഷൻ പറയുന്ന പേരെന്താണ്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അക്കൗണ്ട്സ്, ആനുവൽ അക്കൗണ്ട്സ്, ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നല്ല, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നാണ് അതിനെ കോമൺ ആയിട്ട് പറയുക. നെക്സ്റ്റ്, കിസാൻ ക്രെഡിറ്റ് കാർഡ് KCC 1998 ക്യാൻ ബി യൂസ്ഡ് ഫോർ ഫിനാൻസിങ്. എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ എ പ്രൊഡക്ഷൻ നീഡ്, ഓപ്ഷൻ ബി കൺസംഷൻ നീഡ്, ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി ആണ്. അതായത് പ്രൊഡക്ഷൻ നീഡിനും അതുപോലെ തന്നെ കൺസംഷൻ നീഡിനും ഉപയോഗിക്കുന്ന ഒന്നാണ് ഏത്? കിസാൻ ക്രെഡിറ്റ് കാർഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടോട്ടൽ ഓൺ ഫണ്ട്സ് ലെസ് അക്യുമുലേറ്റഡ് ലോസ്. നമ്മുടെ സ്വന്തം ഫണ്ടിൽ നിന്നും അക്യുമുലേറ്റഡ് പ്രതീക്ഷിക്കുന്ന ലോസുകളൊക്കെ കുറച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള എമൗണ്ടിന് എന്ത് പറയാൻ പറ്റും നമുക്ക്? ഓണേഴ്സ് സ്റ്റേക്ക് ആണോ, ഔട്ട്സൈഡ് ലയബിലിറ്റി ആണോ, റീറ്റെയിൻഡ് ഏർണിങ്സ് ആണോ, നെറ്റ് ഓൺ ഫണ്ട്സ് ആണോ? നെറ്റ് ഓൺ ഫണ്ട്സ് എന്നാണ് പറയുക. നമ്മുടെ ഫണ്ടിൽ നിന്നും നമ്മുടെ അക്യുമുലേറ്റഡ് ലോസസ് കുറച്ച് കഴിഞ്ഞാൽ നെറ്റ് ഓൺ ഫണ്ട്സ് എന്നാണ് അറിയപ്പെടുക. റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ പ്രോഫിറ്റിൽ നിന്നും കുറച്ച് എമൗണ്ട് ഡിവിഡൻ്റായിട്ട് കൊടുത്തിട്ടുണ്ടാവും, ബാക്കി ഡിവിഡൻ്റായിട്ട് കൊടുക്കാതെ നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ റീഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ടിനെയാണ് എന്ന് പറയാം റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്സ് കറൻസി ഈസ്. IMFൻ്റെ കറൻസിയെ പറയുന്ന പേരെന്താണ്? എന്നാണ് SDR, സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ് ആണ് അല്ലേ? സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ് ആണ് IMFൻ്റെ കറൻസി. ഏത് വർഷമാണ് SDR? 1970 SDR. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ്. 20 ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യും.